4-5 ചെറുപ്പക്കാരനെ നോവലിനെ ആസ്പദമാക്കി ജ്യോതിഷ് ശങ്കർ ഡയറക്ഷനിൽ ബേസിൽ ജോസഫും നമ്മുടെ സജിൻ ഗോപുവും അമ്പാൻ മെയിൻ കഥാപാത്രത്തിലെത്തിയ പൊന്മാൻ എന്ന സിനിമയുടെ വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ ട്വിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫിലിമിന്റെ ടൈറ്റിൽ എടുക്കുകയാണെങ്കിൽ പൊന്മാൻ, ആ ഫിലിമിന് 100% സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പൊന്നും മാനും, അതായത് ഒരു സ്വർണവും അല്ലെങ്കിൽ ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഫിലിം കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ടൈറ്റില് എത്രമാത്രം ആ ഫിലിമിന് ആപ്റ്റ് ആയിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല പൊന്മാൻ എന്നുള്ള കിങ് ഫിഷർ, അതും ഒരു തീമായിട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത്. അതായത് എത്ര വലിയ കടലാണെന്നുണ്ടെങ്കിലും ആ കിങ് ഫിഷറിനെ ഇര പിടിക്കാനുള്ള ആ ഒരു കഴിവ്, ഏത് വലിയ കടലിൽ പോയാലും അതിന്റെ ഇഴ പിടിക്കും. ലാസ്റ്റ് അതാണ് ക്ലൈമാക്സ്, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കൊല്ലം ആസ്പദമാക്കി സ്ത്രീധനം എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ ഫിലിം ഉടനീളം പറഞ്ഞിരിക്കുന്നത്. ഫിലിം തുടങ്ങുന്ന ആദ്യത്തെ ഒരു 10 മിനിറ്റ് വളരെ സ്ലോയിലാണ് പോകുന്നതെങ്കിലും ബേസിലിന്റെ എൻട്രിയോടുകൂടി ഫിലിമിന്റെ ഗതി മാറുകയാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യട്ടോ. ബേസിലിന്റെ പെർഫോമൻസ് എന്നുള്ളത് വളരെയധികം ഇമ്പാക്ട് ആ പടത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ പോലെ തന്നെ ബേസിലിന്റെ ഇൻട്രോ ഇട്ടിട്ട് പിന്നെ പടത്തിന്റെ ഗ്രാഫ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനാണ്, പിന്നെ വേറൊരു മൂഡിലേക്കാണ് പടം കൊണ്ടുപോകണം. അതേപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും പടത്തിൽ വന്നെങ്കിൽ ഇപ്പൊ ദീപക് ആണെങ്കിലും ഇല്ലെങ്കിൽ ആനന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ ആ അമ്മയുടെ അഭിനയിച്ച, പിന്നെ മെയിൻ ലീഡ് റോളിലുള്ള ഫീമെയിൽ ആക്ട്രസ് ലിജോ മോൾ, അവരൊക്കെ വളരെ ഭംഗിയുണ്ട് പടത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും. പിന്നെ അല്ലാണ്ട് കുറെ പുതുമുഖങ്ങളുണ്ട്, കൊല്ലം ബേസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് കുറെ പേര് ഫിലിമിലുണ്ട്. അപ്പൊ അവരൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഒന്നും പറയാനില്ല, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് നമുക്ക് നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ രീതി തന്നെയാണ്. ഇപ്പൊ ആ കൊല്ലം സ്ലാങ് തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നതും. അപ്പൊ അത് ഭയങ്കര ബോറാക്കാണ്ട് ഇപ്പൊ എല്ലാ കൊച്ചി ബേസ്ഡ് ഫിലിമിലൊക്കെ നുമ്മാന്നൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു നാച്ചുറാലിറ്റിയിലുള്ള, എങ്ങനെയാണോ അവിടുത്തെ ലോക്കൽ ആൾക്കാർ മിണ്ടുന്നത്, അത് ആ ഒരു ഫീൽ തന്നെയാണ് ഉടനീളം പടത്തിലുള്ളത്. ഈ സിനിമയിലെ ഏതൊരു ക്യാരക്ടർ എടുത്താലും ആ ഓരോ ക്യാരക്ടറിന്റെയും ഇമോഷൻസിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബേസിൽ ജോസഫ് ആണെങ്കിലും, അല്ലെങ്കിൽ ആ ഫിലിമിലെ ലിജോ മോൾ ആണെങ്കിലും, അല്ലെങ്കിൽ ലിജോയുടെ അമ്മയായിട്ട് അഭിനയിച്ചേക്കണാണെങ്കിലും, നമ്മൾ ഏതൊരു ക്യാരക്ടർ എടുത്താലും അവർക്ക് എന്ത് ഇമോഷൻ ആണോ അതിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളെ എൻഗേജ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഫിലിം പോകുന്നതേ അറിയില്ല. നമ്മൾ ഫുള്ളി ആ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മെൽറ്റ് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പടത്തിൽ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് എന്നതൊക്കെ പോയിക്കൊണ്ടിരുന്ന പടം സെക്കൻഡ് ഹാഫിലേക്ക് മാറിയപ്പോ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ ചേഞ്ചസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണലി എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആണത്തിലാണ് സെക്കൻഡ് ഹാഫ് മേക്ക് ചെയ്ത് വെച്ചേക്കണം. ഓരോ ക്യാരക്ടറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ഇമോഷൻസ് അത് നമുക്ക് കരച്ചിലായിട്ടല്ല ഞാൻ പറയണത്, ഒരു വിങ്ങലാണ് നമ്മുടെ ഉള്ളില്. സിറ്റുവേഷൻ അതാണല്ലോ, അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു മനസ്സിലെ വിങ്ങല് അല്ലെങ്കിൽ ആ ഒരു സങ്കടം അതെല്ലാം നമുക്ക് ഫീൽ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. വിഷമത്തോടുകൂടിയല്ല, ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയില് ഈ സിറ്റുവേഷനിൽ നമ്മ വന്നാലും എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ പടത്തില് മേക്ക് ചെയ്തോണ്ടുന്നുണ്ട്. അതിന് ഡയറക്ടറിന് ഹാറ്റ്സ് ഓഫ്. അപ്പൊ നമ്മൾ ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഹീറോയും നമ്മുടെ വില്ലനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിലേക്കാണ് ലാസ്റ്റ് എത്തുന്നത്. ഈഗോ ക്ലാഷ് എന്ന് പറയാൻ പറ്റില്ല അതിനെ, അത് വളരെ രസകരമായിട്ട് ഡയറക്ടർ അതിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടതിന് ഫീൽ ചെയ്യുക, നല്ല രസമാണ്. ആ ടൈമിൽ ക്ലൈമാക്സിലേക്ക് ആകുമ്പോഴത്തേനും അവര് തമ്മിലുള്ള കോമ്പിനേഷൻ ആണെങ്കിലും, അതായത് ബേസിലും അമ്പാനും തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും വളരെ രസകരമായിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ കോമഡി മോഡിലേക്കല്ല കേട്ടോ, പടം സീരിയസ് ആൻഡ് സീരിയസ്, ആ ടോപ്പ് സീരിയസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ ഒരു ഗ്രാഫ് പിടിച്ച് തന്നെയാണ് പടം ഫുൾ ത്രൂ ഔട്ട് പോണത്. കോമഡിയൊക്കെ വളരെ ചുരുക്കം കോമഡികളേ ഉള്ളൂ. അതായത് ക്ലൈമാക്സ് എടുക്കുമ്പോ ബേസില് പറയുന്ന ഡയലോഗ് ഉണ്ട് ആ ഒരു സ്ത്രീ കഥാപാത്രത്തോട്, അത് വളരെ ഹാർട്ട് ടച്ചിങ് ആണ്. ആ ഡയലോഗില് സത്യം പറഞ്ഞാല് അങ്ങനെയാണല്ലോ ഒന്ന് ചിന്തിച്ചു പോകാനുള്ള ഡയലോഗാണ്. കിടിലൻ ഡയലോഗ് ആയിരുന്നു ലാസ്റ്റ്. അപ്പൊ എന്തെന്നാലും ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക. മിസ്സാക്കേണ്ട പടം, അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു പടമാണ്. അങ്ങനെ ആരും എക്സ്പെക്ട് ചെയ്തിരിക്കണമെന്നായിരുന്നില്ല ഈ പടം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.